ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. രാവിലെ തന്നെ ഒരു കുന്ന് പാത്രം കഴുകാനുണ്ട്. ഇന്ന് ഞാൻ വന്നത് ഒരു ദുഃഖകരമായ കാര്യം പറയാനാണ്. 2-3 ദിവസം മുമ്പ് ഞങ്ങളൊരു പൂച്ചക്കുട്ടിയെ അഡോപ്റ്റ് ചെയ്തായിരുന്നു. ഞങ്ങൾ താമസിക്കുന്നിടത്ത് നിന്ന് കുറച്ച് ദൂരെ ആയതുകൊണ്ട് അതിൻ്റെ ഉടമസ്ഥൻ തന്നെ പറഞ്ഞു പോർട്ടർ വിളിച്ച് അതിനെ പാഴ്സൽ അയക്കാമെന്ന്. ഇവിടെ ബാംഗ്ലൂരിൽ അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട്. എന്ത് സാധനം വേണമെങ്കിലും ബാംഗ്ലൂരിനകത്ത് നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊടുക്കണമെങ്കിൽ ഈ ആപ്പ് വഴി ബുക്ക് ചെയ്താൽ അവരുടെ സ്റ്റാഫ് വന്ന് പിക്ക് ചെയ്ത് അത് എത്തിക്കേണ്ട സ്ഥലത്ത് കൊണ്ടെത്തിച്ചു തരും. അങ്ങനെ ഞങ്ങൾ പോർട്ടറൊക്കെ ബുക്ക് ചെയ്ത് പൂച്ചക്കുട്ടിയെ പാഴ്സൽ അയക്കാൻ പറഞ്ഞു. അങ്ങനെ അന്ന് ഉച്ച കഴിഞ്ഞ് പൂച്ചക്കുട്ടിയെ നമുക്ക് കിട്ടി. അത് വന്നു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് പറ്റിയ അബദ്ധം മനസ്സിലായത്. സത്യം പറഞ്ഞാൽ നേരിട്ട് പോയി വാങ്ങേണ്ടതായിരുന്നു. അത് വന്നപ്പോൾ തന്നെ ഒരു അല്പപ്രാണി, എപ്പോഴും ടയേർഡായി ഉറക്കം അല്ലെങ്കിൽ ഒരു ജീവനില്ലാതെ എവിടെയെങ്കിലും ചടഞ്ഞുകൂടിയിരിക്കുന്നു. ഞങ്ങൾ അതിന് സ്നോ എന്ന് പേരിട്ടു. വന്നപ്പോഴേ സ്നോയ്ക്ക് ഡയറിയ ഉണ്ടായിരുന്നു. സ്നോയെ തന്ന ആളോട് ചോദിച്ചപ്പോൾ സ്നോയെ ഡിവോം ചെയ്തതാണെന്ന് പറഞ്ഞു. ഫുഡൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ഒരു ജീവനില്ലാത്ത പോലെ. അവൾ ഒരുപാട് ടയേർഡായിരുന്നു. അത് കാണാൻ വയ്യാത്തോണ്ട് പിറ്റേ ദിവസം അവളെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ആ ഡോക്ടർ ഒന്നും നോക്കിയത് പോലുമില്ലായിരുന്നു. ഇത്രയും ടയേർഡായത് അവൾക്ക് ഡയറിയ ഉള്ളത് കൊണ്ടാണെന്നും പറഞ്ഞു. ഇങ്ങനെ ഡയറിയ വരാൻ ചിലപ്പോൾ ഡിവോം ചെയ്തത് ശരിയായി കാണില്ലെന്നും പറഞ്ഞ് ഒന്നുകൂടി ഡിവോം ചെയ്യാം എന്നും പറഞ്ഞ് അവൾക്ക് മരുന്ന് കൊടുത്തു. എന്നിട്ട് 2 ദിവസം കൂടി മരുന്ന് കൊടുക്കണമെന്നും പറഞ്ഞു. ചിലപ്പോൾ വേംസ് ഒന്നും പോയി കാണില്ലെന്നും പറഞ്ഞ് ഞങ്ങളെ പറഞ്ഞു വിട്ടു. തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ അതേപോലെയൊക്കെ തന്നെ. എപ്പോഴും സ്നോ ഉറക്കം തന്നെ. പിന്നെ വൈകുന്നേരമായപ്പോൾ കുറച്ചൊന്ന് ആക്റ്റീവായി. പക്ഷെ രാത്രി ഒരു 12 മണി ആയപ്പോൾ കാലൊക്കെ വേച്ച് നടക്കുന്നു. തലയൊക്കെ തളർന്നു പോകുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ സ്നോയ്ക്ക് തീരെ വയ്യാതായി. കണ്ണു മാത്രം തുറക്കും. ടെമ്പറേച്ചർ ചെക്ക് ചെയ്തപ്പോൾ ലോ ടെമ്പറേച്ചർ ആയിരുന്നു. പെട്ടെന്ന് ഹോട്ട് പാഡൊക്കെ വെച്ച് കിടത്തി. IV-യും ഇഞ്ചക്ഷൻസും ഒക്കെ കൊടുത്തു. 1/2 മണിക്കൂർ അവൾ ഒബ്സർവേഷനിലായിരുന്നു. വന്നതിലും കുറച്ച് ഓക്കെ ആയപ്പോൾ ഞങ്ങളോട് പറഞ്ഞു രാവിലെ ഒന്നുകൂടി കൊണ്ടുവരാൻ, പിന്നെ ടെമ്പറേച്ചർ ലോ ആകാതെ നോക്കണമെന്നും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്ന് ഹോട്ട് വാട്ടർ ബാഗ് ഒക്കെ വെച്ച് ഒരു തുണിയിൽ പൊതിഞ്ഞു കിടത്തി. 3:30-4 വരെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് അവൾ തലയൊക്കെ മലച്ച് പുറകോട്ട് ചവിട്ടി കിടന്നിടത്ത് തന്നെ കിടന്ന് വട്ടം കറങ്ങുന്നു. അത് കണ്ട് ഞങ്ങൾ ശരിക്കും പേടിച്ചുപോയി. പെട്ടെന്ന് അവളെ ചേർത്ത് പിടിച്ചപ്പോൾ പഴയതുപോലെയായി. എന്നിട്ട് പിന്നെയും ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹോട്ട് വാട്ടർ ബാഗിൽ തുണിയിൽ പൊതിഞ്ഞു കിടത്തി. ഇടയ്ക്കിടയ്ക്ക് നോക്കുമ്പോൾ നല്ല ഉറക്കത്തിലാണ്. ശ്വാസം എടുക്കുന്നതിൻ്റെ അളവ് കൂടുതലായിരുന്നു. പക്ഷെ വിധിയെ തടുക്കാൻ ആർക്കും ആവില്ലല്ലോ. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ അനക്കമില്ലായിരുന്നു. പെട്ടെന്ന് CPR ഒക്കെ കൊടുക്കാൻ ശ്രമിച്ചു. പക്ഷെ അവളെ ഞങ്ങൾക്ക് കിട്ടിയില്ല. ആകെ 2 ദിവസം മാത്രം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും അവളെ ഞങ്ങൾ അമിതമായി സ്നേഹിച്ചിരുന്നു. ഓരോ നിമിഷവും ഞങ്ങൾ അവളെ മിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.